കടൽക്കാറ്റും കടലോരത്തെ പുഴയും തമ്മിൽ കളിക്കുന്ന ചെറിയ ഗ്രാമമായിരുന്നു ചെറിയവള്ളം. അവിടെയായിരുന്നു സഹലിന്റെ വീട്. അച്ഛൻ കുഞ്ഞാലിക്കുട്ടി മാസ്റ്റർ, ഒരു മത്സ്യത്തൊഴിലാളി. അമ്മ ഫാത്തിമ, ഒരു കയർത്തൊഴിലാളി. അവരുടെ ജീവിതം കടലിന്റെ താളത്തിൽ ഒഴുകിപ്പോയി. സഹൽ കടലിന്റെ മണലിൽ കളിച്ചു വളർന്നു. അച്ഛന്റെ മീൻപിടുത്തത്തിലും അമ്മയുടെ കയർത്തൊഴിലിലും സഹായിച്ചു. എന്നാൽ കടലിന്റെ താളം മാറി. കുഞ്ഞാലിക്കുട്ടി മാസ്റ്റർക്ക് അസുഖം ബാധിച്ചു. ഫാത്തിമയ്ക്ക് കാഴ്ച കുറഞ്ഞു. കടലിൽ നിന്ന് അവർ മാറി നിന്നു. സഹലിന്റെ ലോകം തകർന്നു. കടലിന്റെ താളം മുറിഞ്ഞു. സഹൽ ഒരു കുട്ടിയായിരുന്നില്ല, അയാൾ ഒരു പുരുഷനായി മാറി. അച്ഛനെയും അമ്മയെയും പരിചരിക്കാൻ ജീവിതം അയാളെ പരീക്ഷിച്ചു. മഴക്കാലത്ത് കടൽ കോപിച്ചു. തോണി നഷ്ടപ്പെട്ടു. വീട് കടലിന്റെ അടിയിലായി. ഭക്ഷണം കിട്ടാനില്ലാത്ത ദിവസങ്ങളുണ്ടായി. രാത്രികൾ ഉറക്കമില്ലാത്തതായിരുന്നു. ഓരോ ദിവസവും ഒരു പുതിയ വെല്ലുവിളിയായിരുന്നു. അച്ഛനെ പരിചരിക്കുന്നതിനിടയിൽ അമ്മയെ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അമ്മയെ പരിചരിക്കുന്നതിനിടയിൽ അച്ഛനെ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹൽ തളരാതെ പോരാടി. തൊഴിലാളിയായി ജോലി ചെയ്തു. മീൻപിടുത്തം തുടർന്നു. രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹം ഓടി. എന്നാൽ അച്ഛൻ ചെറിയൊരു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കുമ്പോൾ, അമ്മയുടെ കണ്ണുകളിൽ നിറഞ്ഞ ഓർമ്മയുടെ തുളുമ്പുകൾ കാണുമ്പോൾ സഹലിന്റെ ക്ഷീണം മാറി. അവരുടെ സ്നേഹം അയാൾക്ക് ഒരു പുതിയ ജീവൻ നൽകി. സഹൽ കടലിന്റെ താളത്തിൽ ജീവിച്ചില്ല, പക്ഷേ അദ്ദേഹം അവരുടെ സ്നേഹത്തിന്റെ താളത്തിൽ ജീവിച്ചു. അത് ഒരു മഹത്തായ യാത്രയായിരുന്നു. അത് അദ്ദേഹത്തെ ശക്തനാക്കി.